ന്യൂസ് 18 ചർച്ചയിൽ ബിജെപി നേതാവിന്റെ പരാമർശം രാജ്യവ്യാപക ചർച്ചയാക്കി കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമെന്ന പരാമർശത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ.സി. വേണുഗോപാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചു. ടിവി ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വധഭീഷണി മുഴക്കിയത് ഗുരുതരമായൊരു ക്രിമിനൽ കുറ്റകൃത്യവും ഭരണഘടനയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയുമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനിടെ ഇന്ന് ബിജെപി നേതാവിന്റെ പരാമർശത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കും. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിലായിരുന്നു പ്രിന്റു മഹാദേവന്റെ വിവാദ പരാമർശം. ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ അവിടെ ജനങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങളൊപ്പം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വരെ വെടിയുണ്ട വീഴും. ഒരു സംശയവും വേണ്ട. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കേണ്ട. അങ്ങനെ എൻസി കലാപം ഒരു ചുക്കും ഇന്ത്യ മഹാരാജ്യത്ത് സംഭവിക്കില്ല. അതിനെ അടിച്ചമർത്തി സി വി അനുമോദുമൊപ്പം എം ജി രേണുകയും വിശദാംശങ്ങളുമായി ചേർന്നു. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, നമ്മുടെ തന്നെ ചാനലിൽ നടന്ന ചർച്ചയിലാണ് ഇത്തരത്തിലൊരു വിവാദ പരാമർശം ബിജെപി നേതാവ് പ്രിന്റു മഹാദേവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിപ്പോൾ ഇതാ സംസ്ഥാനം വിട്ടങ്ങ് ദേശീയ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. നമുക്കറിയാം, അമിത്ഷായ്ക്കടക്കം കോൺഗ്രസ് കത്ത് നൽകി കഴിഞ്ഞു. ഇതിലൊരു നടപടി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എന്താണ് വിശദാംശം? ഈ ഒരു ചർച്ചയിലെ പരാമർശം അത് രാജ്യവ്യാപകമായി ബി.ജെ.പിക്കെതിരെ ആയുധമാക്കുകയാണ് കോൺഗ്രസ്. കെ.സി. വേണുഗോപാലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അത് സൂചിപ്പിക്കുന്നതാണ്. പലതവണ രാഹുൽ ഗാന്ധിക്ക് നേരെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന് നേരെ ഈ കയ്യേറ്റ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ ആസൂത്രിതമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു പരാമർശം. ഇത് ഒരു പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലുണ്ടായതല്ല. ബി.ജെ.പിയും ആർ.എസ്.എസും ഒക്കെ കാലങ്ങളായി പരിശ്രമിക്കുന്ന ഒന്നാണ്. ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു വിലയിരുത്തലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഇപ്പോൾ അമിത്ഷായ്ക്ക് പരാതി നൽകുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ ഷാഫി പറമ്പിലും ഇന്നലെ വലിയ തോതിൽ തന്നെ ഈ വിഷയത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന വ്യാപകമായി ഇന്ന് പ്രതിഷേധമുണ്ടാകുമെന്ന് അദ്ദേഹം FB-യിൽ കുറിച്ചു. അതിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് കേന്ദ്രത്തിനെതിരെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെതിരെ കൂടി ഈ ഒരു വിഷയം ഉപയോഗിക്കുവാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. ഷാഫി പറമ്പിലെ പോസ്റ്റിൽ ആ കാര്യം കൂടി വളരെ വ്യക്തമാക്കുന്ന തരത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുന്നില്ല, എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ പോലീസിൽ പരാതി നൽകുന്നുണ്ട്. മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ പിന്റു മഹാദേവന്റെ കാല് തല്ലിയൊടിക്കുമെന്നാണ് FB-യിൽ കുറിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് ഈ വിഷയം ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധിക്ക് നേരെയുണ്ടായ ഒരു വധഭീഷണി എന്ന തരത്തിലേക്ക് ഈ വിഷയത്തെ യൂത്ത് കോൺഗ്രസും മാറ്റിയെടുക്കുകയാണ്. ഇതിൽ കേന്ദ്രത്തിനെതിരെ രാജ്യവ്യാപകമായിട്ടും കേന്ദ്രത്തിനും സംസ്ഥാന സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ കേരളത്തിലും വലിയ പ്രതിഷേധത്തിനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇന്ന് പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ ഇവിടെയെല്ലാം എങ്ങനെയെല്ലാം ആകുമെന്ന കാര്യത്തിൽ ഒരല്പം കൂടി കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് സ്ഥലവും സമയവും മറ്റ് വിശദാംശങ്ങളും അറിയുകയുള്ളൂ. എന്തിനാണെങ്കിലും ചർച്ചയിലെ ഒരു പരാമർശം ഒരു പ്രതിഷേധത്തിന്റെ സാഹചര്യം ഒരുക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ. അനുമോദ്, ഇത് വലിയ തലത്തിൽ നമ്മൾ സംസാരിച്ചതുപോലെ ദേശീയ തലത്തിൽ ചർച്ചയാക്കാൻ പോകുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അനുമോദ് പറഞ്ഞതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഈ ചാനൽ ന്യൂസ് 18 നടത്തിയ ചർച്ചയിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്റെ ഭാഗമായിട്ടല്ല പ്രിന്റു മഹാദേവ് ഇക്കാര്യം സംസാരിച്ചത്. ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വർഷങ്ങളായി നടക്കുന്ന RSSന്റെ BJPയുടെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്ന പ്രതികരണമാണ് എന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് BJP ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ ഇതുവരെ?
BJPയുടെ നേതാക്കളൊന്നും തന്നെ വിഷയത്തിൽ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ പല BJP അനുഭാവ പേജുകളിലും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇത് രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ രാജ്യഭീഷണിക്ക് രാജ്യത്തിന് തന്നെ രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു കാര്യം നടത്തുമ്പോൾ അവിടെ ഈ പട്ടാളം ഇടപെടും എന്ന് പറയുന്നത് വധഭീഷണിയാവുന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതായത് രാജ്യത്തിന്റെ സുരക്ഷയിൽ കടന്നുകയറ്റം നടത്തിയാൽ അവിടെ പട്ടാളം അതിൽ ഇടപെടും എന്ന തരത്തിലുള്ളൊരു പരാമർശം നടത്തിയതിന് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഒരു നടപടിക്കെതിരെ പട്ടാളം സ്വീകരിക്കുന്ന നടപടി ഇങ്ങനെയാകുമെന്ന് പറയുന്നത് ഒരിക്കലും ഒരു വധഭീഷണിയല്ല, അതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് പറയുന്നതാണ് എന്ന തരത്തിലുള്ള ന്യായീകരണ പോസ്റ്റുകൾ BJP അനുഭാവ പേജുകളിൽ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ BJPയുടെ നേതൃനിരയിലുള്ളവർ, പ്രത്യേകിച്ച് വക്താക്കളായിട്ടുള്ള ആരും തന്നെ ഈ കാര്യത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. പക്ഷേ വരും മണിക്കൂറുകളിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് തന്നെ വേണം കണക്കാക്കുവാൻ. അനുമോദ്, നമുക്കറിയാം ഇപ്പോൾ അമിത്ഷായ്ക്കടക്കം KC വേണുഗോപാൽ പരാതി നൽകിയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ പരാതിയിൽ ഒരു പ്രതികരണം, ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട സാഹചര്യമുണ്ടോ? അതല്ലെങ്കിൽ പ്രിന്റു മഹാദേവിനെ സംരക്ഷിക്കുന്നുണ്ടോ? BJP അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നുണ്ടോ? എന്താണ് അറിയാൻ സാധിച്ചത്? അത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് ഒരു വ്യക്തമാകുന്ന പ്രതികരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകുന്നേരമാണ് KC വേണുഗോപാൽ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഒരു പരാതി നൽകുന്നുണ്ട്. ഇതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണം. ഇത് വർഷങ്ങളായിട്ട് രാഹുൽ ഗാന്ധിക്ക് നേരെ നടക്കുന്ന ആ സുരക്ഷാ വീഴ്ചകളുടെ ഭാഗമായിട്ടാണ്, BJPയുടെ RSSന്റെ ഗൂഢാലോചനയാണ്, ഈ വധശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള. ശരി അനുമോദ്, ഞാൻ വരാം. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സന്ദീപ് വാര്യർ, പരാതി നൽകിക്കഴിഞ്ഞു സംസ്ഥാന പോലീസിനടക്കം. ഇപ്പോൾ ഇതാ KC വേണുഗോപാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കടക്കം പരാതി നൽകിയ സാഹചര്യം. പക്ഷേ എന്തുകൊണ്ടായിരിക്കും സംസ്ഥാന സർക്കാർ, സംസ്ഥാന പോലീസ് ഒരു കേസ് എടുക്കാൻ തയ്യാറാവാത്തത് ഈ വിഷയത്തിൽ? നോക്കൂ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. രാജ്യത്തിന് ഏറ്റവും അധികം യുവാക്കളും ചെറുപ്പക്കാരും ഒക്കെ പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള പ്രതിപക്ഷ പോരാട്ടത്തിന്റെ കുന്തമുനയാണ് രാഹുൽ ഗാന്ധി. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവൻ അപായപ്പെടുത്തുമെന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് ന്യൂസ് 18 ചർച്ചയിൽ വന്നിരുന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗൗരവതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കേസെടുക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് ചെയ്യേണ്ട കർത്തവ്യം. കാരണം രാജ്യത്തെ പ്രതിപക്ഷ നേതാവായിക്കോട്ടെ, ഇനി ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളായിക്കോട്ടെ, അവരെ വെടിവെച്ച് കൊല്ലുമെന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറയുമ്പോൾ ഇനി അതിനേക്കാൾ ഏറെ എന്ത് തീവ്ര നിലപാടാണ് പറയാനുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ കലാപം അഴിച്ചുവിടാൻ ഉദ്ദേശിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കൊലപ്പെടുത്തും എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നത്? ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന്, BJP നേതൃത്വം ഇതുപോലെയുള്ള കിഴങ്ങന്മാരെ എന്തിനാണ് ചാനൽ ചർച്ചയ്ക്ക് വിടുന്നത്? അതല്ലെങ്കിൽ ഇതുപോലെയുള്ള തോന്നിവാസം പറയുന്ന, ഇതുപോലെ വൃത്തികെട്ട വർത്തമാനം പറയുന്ന വിവരം കെട്ടവന്മാരെ ചാനൽ ചർച്ചയ്ക്ക് വിടുന്ന BJP നേതൃത്വം അവരിതിന് മറുപടി പറയണം. അതല്ലെങ്കിൽ അവരിതിനെ ഓൺ ചെയ്യണം. ഒന്നല്ലെങ്കിൽ ഡിസോൺ ചെയ്യണം, അല്ലെങ്കിൽ ഓൺ ചെയ്യണം.